Hello guys, welcome back to Eduport. Savina is here. അപ്പം നമ്മളെ വെക്കേഷൻ ഒക്കെ ആയിരിക്കും അല്ലേ, അടിച്ച് പൊളിച്ച് നമ്മളെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ആയിരുന്നോ? യെസ്, നിങ്ങൾക്ക് ഒരു വെക്കേഷൻ ഒരു സമാധാനം വേണമെങ്കിൽ ആ ആൻസർ ഷീറ്റ് കിട്ടുമ്പം ഒരു നല്ല മാർക്ക് വേണം അല്ലേ, അല്ലെങ്കിൽ നമുക്ക് അമ്മേൻ്റെ മുഖം അച്ഛൻ്റെ മുഖം അല്ലേ, നമുക്ക് തന്നെ ഒരു ഒരു ഷെയിമൊക്കെ തോന്നും അല്ലേ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ നമ്മൾ അറിഞ്ഞതാണ്, ലൈവിലോട്ടൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതി അല്ലേ. കുറച്ച് പേർക്ക് ടഫായിരുന്നു, കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല, കുറേ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു മിസ്സേ, അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ കമൻസ് വന്നത്. ഓക്കെ, ലീവ് ഇറ്റ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കുന്നു അല്ലേ. അപ്പോൾ നല്ലൊരു എക്സാം ഷീറ്റ് ഉണ്ട് കേട്ടോ, നല്ല മാർക്കോട് കൂടിയുള്ള ഒരു ആൻസർ ഷീറ്റ് തന്നെ കിട്ടിട്ട് എൻ്റെ മക്കൾക്ക്. ഇപ്പം മിസ് ഒരു കാര്യം പറയട്ടെ, എക്സാം കഴിഞ്ഞാൽ കഴിഞ്ഞോ? ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ കഴിഞ്ഞോ? ഇല്ല, ആനുവൽ എക്സാം വരാമോ എന്നുള്ളത് ഇതിക്കും മേലെ ഒരു സാധനം ഉണ്ട് അല്ലേ. അതായത് നമ്മളെ ഓണം എക്സാം, അത് കഴിഞ്ഞാൽ എന്താണ് ക്രിസ്മസ് എക്സാം, അത് കഴിഞ്ഞാൽ എന്താണ് ആനുവൽ എക്സാം അല്ലേ. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാമിന് നമ്മൾ ഓണം എക്സാമിൻ്റെ കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആനുവൽ എക്സാമിന് നമ്മൾ എന്ത് പഠിക്കണം? അതെ, ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും കൂടി പഠിക്കണം അല്ലേ. ആനുവൽ എക്സാമിന് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ഇത് രണ്ടും ഈക്വലി എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ. നമ്മൾ അങ്ങനെ കണ്ടത് ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ നിങ്ങൾ ഓർത്ത് നോക്കി, ക്വസ്റ്റ്യൻ പേപ്പർ. ഓണം എക്സാമിൻ്റെ കാര്യങ്ങൾ വന്നിട്ടില്ലേ? യെസ്, വന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷൻസിൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരെ കുടുക്കിയത് അല്ലേ, നമ്മളവരെ കുടുക്കിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊക്കെ വിട്ടേക്ക്. ഇനി മിസ് പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊരു സെമി ഫൈനൽ ആയിരുന്നു ക്രിസ്മസ് എക്സാം അല്ലേ. ഫൈനൽ ആയിട്ട് വേറൊരു എക്സാം ഉണ്ട്, പബ്ലിക് എക്സാം ആണ്. നിങ്ങൾ പബ്ലിക് എക്സാം നടക്കാൻ പോകുന്നത് മാർച്ച് 2026 അല്ലേ ആണ് പബ്ലിക് എക്സാം നടക്കാൻ പോകുക. ഏകദേശം ഒരു മാർച്ച് 5 കൂടിയിട്ടായിട്ടും എക്സാം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഡേറ്റ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിപ്പോൾ ഡിസംബർ ആണ് അല്ലേ. ഡിസംബർ ഇനിയിപ്പോൾ ആകെ 3 ദിവസമേ ഉള്ളൂ, അത് നിങ്ങൾ വിടുക. ഒരു 3-4 ദിവസമേ ഉള്ളൂ, അത് വിടുക. ഓക്കെ, അടുത്ത നിങ്ങൾക്ക് ജനുവരി ഫെബ്രുവരി 2 മാസങ്ങളാണുള്ളത്. ഈ 2 മാസങ്ങളിൽ നിങ്ങൾക്ക് ആനുവൽ എക്സാമിൻ്റെ കാര്യം എന്തായാലും കൂടുതലായിട്ട് പഠിക്കാനുണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓണം എക്സാമും ക്രിസ്മസ് എക്സാമും പഠിക്കേണ്ട ടൈം നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ല അല്ലേ. നമുക്കറിയാം, നമുക്ക് എത്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല അല്ലേ. യെസ്, നമുക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഒരു കാര്യം പറയട്ടെ, നാളെ എജുപോർട്ടിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, നമ്മളെ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കോംബോ ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. 6-7 നിങ്ങളിപ്പോൾ 6ാം ക്ലാസ്സിലെ മക്കളാണ് അല്ലേ. അതായത് 6ാം ക്ലാസ് ഇപ്പോൾ പബ്ലിക് എക്സാമോട് കൂടി കഴിഞ്ഞു. അടുത്ത 7ാം ക്ലാസ്സിലേക്കാണ് അല്ലേ. 7ാം ക്ലാസ്സിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് 7ാം ക്ലാസ് ഇതിക്കും മേലെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവുന്ന കാര്യം മിസ് പറയാനുള്ളത് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ കൂടെ 7ാം ക്ലാസ്സിൽ USSും കൂടി ഉണ്ട് ഇല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന 3 കോംബോ, ശരിക്കും 2 കോംബോ അല്ല. നിങ്ങൾക്ക് 6ാം ക്ലാസ്സും കിട്ടും, 7ാം ക്ലാസ്സും കിട്ടും. 7ാം ക്ലാസ്സിലെ USSും എന്തായിരിക്കും, ഫ്രീ ആയിട്ട് കോച്ചിങ് കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണ്, ഈ കോംബോ എടുക്കുന്നതാണ്. മനസ്സിലായോ? ഈ കോംബോക്ക് നമ്മുടെ പ്രൈസ് വെറും 3799 മാത്രമേ ഉള്ളൂ. അതായത് 3799 ഇത്ര രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളൊരു വലിയ എമൗണ്ടാണെന്ന് വിചാരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 6ാം ക്ലാസ് കിട്ടുന്നുണ്ട്, 7ാം ക്ലാസ് കിട്ടുന്നുണ്ട്, 7ാം ക്ലാസ്സിലെ USSും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങൾ ഇതെന്തിന് പർച്ചേസ് ചെയ്യണം, ഇതാണ് നിങ്ങൾ ഇനി ആലോചിക്കേണ്ടത്. നോക്കിക്കോ, ഇവിടെ നിങ്ങൾക്ക് 8 സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവും. ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, അറബി, ഉറുദു, സംസ്കൃതം, ഹിന്ദി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും, മെയിനായിട്ട് 8 സബ്ജക്റ്റ് എന്നാ പറയുക. മുഴുവനുള്ള ക്ലാസ് ഉണ്ടാവും കേട്ടോ. ഇവിടെ നമുക്ക് ഉണ്ടാവും. അതായത് റെക്കോർഡഡ് ക്ലാസ് ആൻഡ് ലൈവ് ക്ലാസ്. അതായത് റെക്കോർഡഡ് ക്ലാസ് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയോ, ഒരു ചെറിയ പോർഷൻസ്, ഓരോ കുഞ്ഞു പോർഷൻസ് ആയിരിക്കും റെക്കോർഡഡ് ക്ലാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ 3 ചെക്ക് പോയിന്റ്സ്, 3 അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ്, 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഒരു ചെറിയ പോയിന്റിൻ്റെ കാര്യമായിട്ട് മിസ് പറഞ്ഞത്. അങ്ങനെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 സെറ്റ് എക്സാംസ് ഉണ്ടാവും. ഒന്ന് MCQ ടൈപ്പ്, ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്. എന്താണ് MCQ ടൈപ്പ്? മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസും ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്? നമ്മൾ ഓണം എക്സാം, ക്രിസ്മസ് എക്സാം ഒക്കെ അല്ലേ, അതായത് essay പോലത്തെ വലിയ അങ്ങനെ നോർമൽ എക്സാമിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് പറയാം. കൂടാതെ നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. മിസ്സിനെ പോലെ, നിങ്ങളെ അമ്മയെ പോലെ, നിങ്ങൾ ഉമ്മേനെയും നിങ്ങളുടെ അച്ഛനെയും പേരൻസിനും ഒക്കെ പോലെ ഓരോ കുട്ടികൾക്കും ഓരോ മെൻറ്റേഴ്സ് ഉണ്ടാവും. അതാണ് നമ്മളെ ഹൈലൈറ്റ്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ഇന്ന് അവനെ മിസ്സിൻ്റെ ലൈവിൽ കയറിയിട്ടുണ്ടോ, ഇന്ന് മിസ്സിൻ്റെ ലൈവിൽ മിസ് എന്തൊക്കെയാണ് പറഞ്ഞത്, മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നിട്ടുണ്ടോ, ഇതൊക്കെ നിങ്ങളെടുന്ന് നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞാലാണ് മോഡൽ ആനുവൽ എക്സാം ഉണ്ടാവുക. ഇപ്പോൾ എജുപോർട്ടിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഓണം എക്സാമിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടായിരുന്നു, എക്സാം ഇട്ടായിരുന്നു, ക്രിസ്മസ് എക്സാമിന് മോഡൽ എക്സാം ഇട്ടായിരുന്നു. ഇനി ആനുവൽ എക്സാമിന് എന്തുണ്ട്, ആനുവൽ എക്സാമിനും മോഡൽ
മോളിൽ ഉണ്ടാകും. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ സബ്ജക്ട് വൈസ് ക്ലബ്ബ്, ഓരോ സബ്ജക്റ്റിനും ഓരോ ക്ലബ്ബുകൾ ഉണ്ടാകും. ദെൻ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ന്യൂ പാറ്റേൺ, അതായത് ന്യൂ പാറ്റേണിലല്ലേ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു എക്സാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഈ ടെക്സ്റ്റിൽ പഠിച്ച ബൈഹാർട്ട് സാധനങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല അല്ലേ, എല്ലാം അപ്ലിക്കബിൾ. ആ സാധനം കൊണ്ട് വേറൊരു ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അതിൽ അപ്ലൈ ചെയ്യുക അല്ലേ, ഇതാണ് നമ്മളെ എക്സാം പാറ്റേൺ അല്ലേ. നമുക്ക് ബേസിക് സയൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒന്ന് എടുത്ത് നോക്കിയാൽ മക്കളെ എന്തോ എക്സാമ്പിൾസാണ് ചോദിച്ചത്. ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിച്ച സാധനങ്ങളാണോ? അല്ല അല്ലേ, നമ്മൾ പഠിച്ചു, അത് നമ്മൾ അപ്ലൈ ചെയ്തു, ഇങ്ങനെയാണല്ലേ. അപ്പൊ ഈ ഒരു ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പഠിക്കാൻ വേണ്ടി പറ്റില്ല. 6ാം ക്ലാസ് ആണ്, ടെക്സ്റ്റ് ഒക്കെ മാറി, ടെക്സ്റ്റ് മാറിയപ്പോൾ എല്ലാ ക്ലാസ്സിലും ക്വസ്റ്റ്യൻ പേപ്പറും മാറി. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ്, മിസ്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു കോംബോ. അതായത് 6ഉം കിട്ടും 7ഉം കിട്ടും കൂടെ USSും കിട്ടും, 3 കിട്ടുന്നത്. അപ്പോൾ ദയവ് ചെയ്തെന്താ ഇത് തന്നെ ചൂസ് ചെയ്യാം. വേറൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. 6ാം ക്ലാസ് മാത്രം മതി എന്നാണെങ്കിൽ 1249 രൂപക്ക് നിങ്ങൾക്ക് ഈ ബാച്ച് കിട്ടും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1000 അല്ലേ. ഇതിപ്പം നമ്മൾ 6ഉം 7ഉം USസും കൂടി എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രൈസാണ്. ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിനാണ് കിട്ടുക അല്ലേ. അപ്പം നമുക്ക് 3 ക്ലാസ് കിട്ടുന്നതിൽ ഏറ്റവും ബെറ്റർ. അപ്പം നിങ്ങൾക്കിത് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ള മക്കൾ എന്ത് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ടോ, അവിടെ നിങ്ങൾ മോർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ടേക്കുള്ള ഏറോ ക്ലിക്ക് ചെയ്യുമ്പം അവിടെ എന്താ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റുന്നുണ്ട്, ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക്. ഒരു നീല ഒരു ബ്ലൂ കളറുള്ള ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്തേ. അത് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്കൊരു ഫോം ഓപ്പണായി വരും അല്ലേ. ഗൂഗിളിലേക്ക് പോയി ക്രോമിലേക്ക് പോയി ഒരു ഫോം ഓപ്പണായി വരും. ആ ഫോമിൽ നിങ്ങളുടെ പേര് കൊടുക്കാറുണ്ടാകും, ഫോൺ നമ്പർ കൊടുക്കാറുണ്ടാകും, പിന്നെ നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണോ CBSE സിലബസ് ആണോ, എത്രാം ക്ലാസ്സിലാണ്, അതൊക്കെ കൊടുക്കാറുണ്ടാവും. അതൊക്കെ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താവും, ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്തോളും. പിന്നെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഓക്കെ, പേയ്മെൻറ്റും അതൊക്കെ പിന്നെയാണ്. നിങ്ങൾ ആദ്യം ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. മനസ്സിലായോ? ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു വെക്കേഷൻ ആവട്ടെ. ഇനി മക്കൾക്കൊക്കെ നല്ലൊരു പേപ്പർ തന്നെ കിട്ടട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മറക്കണ്ട, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് ചാനലിലും ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ പുതിയ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്തായിരിക്കും, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് ചാനലിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കേടാ, അപ്പോൾ മിസ് ഇപ്പോൾ ബായ് പറയാണ്. മറക്കണ്ട, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.